നമസ്കാരം. മിനിമം വേതനം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാരുടെ മാർച്ച്. ആസ്റ്റർ ആശുപത്രിയിലെ മുഴുവൻ നഴ്സുമാരും UNA എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലംപാറയുടെ നേതൃത്വത്തിലാണ് ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്നത്. രാവിലെ 11 മണിയോടെ ദേശീയപാത ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആശുപത്രിക്ക് മുന്നിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 20ഓളം ആശുപത്രികളാണ് ഇനി ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത്. ആശുപത്രി അധികൃതർ നഴ്സുമാരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറച്ച നിലപാടിലാണ് നഴ്സുമാർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും മാനേജ്മെന്റ് ചർച്ചകൾക്ക് തയ്യാറായിരുന്നില്ല. ഇതോടെ നഴ്സുമാർ ജോലി ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. തൃശൂരിലെ പ്രമുഖ ആശുപത്രികൾ നഴ്സുമാരുടെ ശമ്പള വർധനവ് അംഗീകരിച്ചിട്ടും ആസ്റ്റർ പോലുള്ള വൻകിട സ്ഥാപനങ്ങൾ ഇതിന് തയ്യാറാകാത്തതാണ് സ്ഥിതി വഷളാക്കിയത്. നഴ്സുമാരുടെ മനോവീര്യം തകർക്കാൻ നോക്കിയ മാനേജ്മെന്റ് നീക്കം തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ കഴിയുന്ന നഴ്സുമാരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി ബസ്സിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും നഴ്സുമാരെ ഡ്യൂട്ടിയിൽ തുടരാൻ നിർബന്ധിക്കുന്നതായും വിസമ്മതിക്കുന്നവരെ പോലീസ് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും നഴ്സുമാർ ആരോപിച്ചിരുന്നു. പ്രതിദിനം 1333 രൂപ വേതനം ഉറപ്പാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് UNA പ്രഖ്യാപിച്ചിരുന്നു. വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ ലാഭം കൊയ്യുമ്പോഴും നഴ്സുമാരെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു എന്നാണ് സംഘടനയുടെ നിലപാട്. അടിയും ഇടിയും ചോര ചീന്തിയും വളർന്ന പ്രസ്ഥാനമാണ് UNA എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ ഏതുതരം കൊട്ടേഷൻ നീക്കങ്ങളെയും നേരിടുമെന്ന് ജാസ്മിൻ ഷാ വ്യക്തമാക്കിയിരുന്നു. രാത്രിയിലും ആശുപത്രിക്ക് മുന്നിൽ വെള്ളക്കോട്ടുകൾക്ക് മനസ്സുണ്ട് എന്ന മുദ്രാവാക്യവുമായി നൂറുകണക്കിന് നഴ്സുമാരാണ് നിലയുറപ്പിച്ചിരുന്നത്. എത്ര വലിയ കൊട്ടേഷൻ ടീമായാലും നേരിടാൻ തങ്ങൾ തയ്യാറാണ്. നഴ്സുമാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാതെ ആസ്റ്ററിൽ സമാധാനമുണ്ടാകില്ല എന്നും ജാസ്മിൻ ഷാ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്.